തർക്ക വിഷയങ്ങളിൽ അല്ലെങ്കിൽ മസ്അലകളെ ഉലമാക്കളായ ആളുകൾ രണ്ടായിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഖിലാഫി ആയിക്കൊണ്ടുള്ള മസ്അലകൾ, രണ്ട് ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകൾ. എന്താ ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകൾ എന്ന് പറഞ്ഞാൽ ഗണ്യതമായിക്കൊണ്ട് ദലീൽ തെളിവ് വരാത്തതാണ്. അപ്പം ആ വിഷയത്തിൽ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ വ്യക്തമായിക്കൊണ്ട് ദലീൽ പ്രമാണം വരാത്തതിനെയാണ് ഇജ്തിഹാദി ആയിക്കൊണ്ട് ഗവേഷണപരമായിട്ടുള്ള മസ്അല എന്ന് പറയാം. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ വ്യക്തമായിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്നത് നിഷിദ്ധമാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നിട്ടില്ല? ഖുർആനിൻ്റെ ആയത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസോ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലയാണ്. എന്നാൽ ഖിലാഫി ആയിട്ടുള്ള മസ്അല എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും വ്യക്തമായ നിലയിൽ എതിരാകുന്ന വിഷയം. ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും വ്യക്തമായ നിലയിൽ എതിരാകുന്ന വിഷയമാണ് ഖിലാഫി ആയിട്ടുള്ള മസ്അലകൾ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ത്വാഹയുടെ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞു അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹു അർശിൻ്റെ മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. ഒരാൾ പറയാണ് അള്ളാഹു എല്ലാ ഭാഗത്തും ഉണ്ട് എന്ന് വാദിച്ചാലോ അത് വ്യക്തമായി കൊണ്ടുവന്ന ദലീലിന് എതിരെ നിൽക്കലാണ്, അത് ഖിലാഫിയായ മസ്അലയാണ്. അപ്പോൾ അത്തരം വിഷയം അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാമതായിക്കൊണ്ട് ഒരാൾ പറയാണ് ആഹാദായ ഹദീസുകൾ ഞാൻ സ്വീകരിക്കൂല. ഹദീസുകളുടെ കൂട്ടത്തിൽ മുതവാത്തിറായ ഹദീസുകളുണ്ട്, ഖബർ ആഹാദായ ഹദീസുകളുണ്ട്. ഒരു മനുഷ്യൻ പറയാണ് ഞാൻ ആഹാദായ ഹദീസുകൾ സ്വീകരിക്കൂല എന്ന് വാദിച്ചാലോ അത് വ്യക്തമായിക്കൊണ്ട് ഖുർആനിനോടും ഹദീസിനോടും ഇജ്മാഇനോടും എതിര് നിൽക്കലാണ്. അപ്പോൾ ഇവിടെ ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകളിൽ പരസ്പരം തബ്ദീഇ ചെയ്യാൻ പാടില്ല. എന്നാൽ ഇന്ന ആൾ ബിദഈ കക്ഷിയാണ്, ആ ടീം ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകളിൽ തബ്ദീഇ ചെയ്യാൻ പാടില്ല. എന്നാൽ ഉലമാക്കൾ പറഞ്ഞു ഖിലാഫി ആയിട്ടുള്ള മസ്അലകളിൽ എന്ത് ചെയ്യാം? തബ്ദീഇ ചെയ്യാം. പക്ഷെ തബ്ദീഇ ചെയ്യുമ്പോൾ അവിടെ ഇന്നാലിൻ്റെ വിഭാഗം ബിദ്അീകളാണെന്ന് പറയുമ്പോഴും രണ്ട് നിബന്ധനകളുണ്ട്. എന്തൊക്കെയാണ് രണ്ട് നിബന്ധനകൾ? ഒന്നാമത്തെ നിബന്ധന അസ്ലിൽ തന്നെ എതിരാകുന്ന ആളുകളാകണം, അഥവാ അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനത്തിൽ തന്നെ എതിര് നിൽക്കുന്ന ആളുകളാകണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഒരാൾ എതിർക്കുകയാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എന്ത് ചെയ്യുക? ഒരാൾ എതിർക്കുക എങ്കിൽ അയാൾ അസ്ലിൽ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അംഗീകരിക്കുന്ന ആളുകളാണ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആളുകൾ. അപ്പം അങ്ങനെ അസ്ലിൽ തന്നെ എതിർക്കുന്ന ആളുകളാണെങ്കിൽ അവരെ എന്ത് പറയാൻ പാടുള്ളൂ? തബ്ദീഇ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ രണ്ടാമതായിക്കൊണ്ട് അഹ്ലു സുന്നയുടെയും അഹ്ലുൽ ബിദഅയും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അഹ്ലുൽ ബിദഅയുടെ ആളുകളുടെ അഭിപ്രായം ഒരാൾ സ്വീകരിച്ചാൽ, അഹ്ലു സുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അഹ്ലുൽ ബിദഅയുടെ അഭിപ്രായങ്ങൾ ഒരാൾ സ്വീകരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നുസൂൽ, അള്ളാഹുവിൻ്റെ ഇറക്കം, ഇതിൽ അഹ്ലു സുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായം